ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മസാല ചോറാണ് കേട്ടോ. എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ചരുവം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സവാളയും പച്ചമുളകും, രണ്ട് സവാളയും 1-2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ടൊന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. പിന്നെ അതിലേക്ക് നമുക്ക് 1-2 ടൊമാറ്റോ അരിഞ്ഞിട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികടിയൊന്നും ആവശ്യമില്ല. അച്ചാറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്തൊക്കെ നമുക്ക് കൊടുത്തു വിടാം കേട്ടോ. ശേഷം നമുക്കതിലേക്ക് അല്പം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറേ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ബട്ടാണ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള അതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. നല്ല ഹെൽത്തിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വെജിറ്റബിൾസൊക്കെ ഉള്ളത് കൊണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് വഴണ്ട് വരണം. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് എത്ര ഗ്ലാസ് അരിയാണോ നമ്മൾ ഇടുന്നത് അരി കഴുകി ഇട്ട് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബസുമതി റൈസ് ആയാലും നമുക്ക് നല്ലതാണ് കൂടുതൽ. പൊന്നിയരി അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരല്ലേ, അതെല്ലാം അങ്ങനത്തെ അരികളൊക്കെ നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചക്കറികളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ചുകൂടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റത്തെ കാര്യമുള്ളൂ, പെട്ടെന്ന് അത് വെന്ത് വരും. ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. താങ്ക് യു.